ഹായ് ഫ്രണ്ട്സ്, അതെ, തേങ്ങാപ്പാലും പച്ച നേന്ത്രക്കായും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി പരിചയപ്പെട്ടാലോ? വരൂ, വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 4-5 ഏലക്കായ, 4-5 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇവ ചേർത്ത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഒരു തുടം വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കുക. പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മീഡിയം സൈസിലുള്ള 4 സവാള ചേർത്ത് അതോടൊപ്പം തന്നെ 4-5 പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചില്ലി പൗഡർ ഇവ ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പച്ചക്കായ ചേർത്ത് കൊടുക്കാം. പച്ചക്കായ നന്നായി ചേർത്ത് ഇളക്കിയ ശേഷം അതിലേക്ക് മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ പീസുകളും ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസുകളും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പനേരം അടച്ചു വെച്ച് എണ്ണ തെളിയുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അടച്ചു വെച്ചിരുന്ന മൂടി തുറന്ന് നോക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞു. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനും കായും ഒക്കെ നന്നായി വെന്ത് വന്നിരിക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും അതിനുശേഷം അതിലേക്ക് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് ചെറുതായി ഒന്ന് ഇളക്കി ചേർത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.